പാതിവില തട്ടിപ്പ് കേസിൽ സ്പിയാർഡ്സ് ചെയർപേഴ്സൺ ഷീബ സുരേഷിനെയും ഭർത്താവിനെയും ഇഡി ചോദ്യം ചെയ്യുന്നു. വിദേശത്തായിരുന്ന ഇരുവരെയും വിളിച്ചു വരുത്തിയാണ് പ്രാഥമിക ചോദ്യം ചെയ്യൽ. NGO കോൺഫെഡറേഷൻ ബോർഡ് അംഗമായ ഷീബ സുരേഷ് കുമളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയാണ്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, നേരത്തെ വസതിയിൽ പരിശോധന നടത്തുന്നു ഇഡി എന്നുള്ളതിന്റെ വിശദാംശം നമ്മൾ നൽകിയിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യലാണോ? അനുജ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റിലെ അംഗങ്ങളാണിപ്പോൾ ഈ ഷീബയെ കുമളി 1-ാം മൈലിലുള്ള അവരുടെ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ വിദേശത്തായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവർ നാട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ വീട്ടിലില്ലാതിരുന്നതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവരുടെ വീട് പൂട്ടി സീൽ ചെയ്തിരുന്നു. ഈ വീടിനകത്തേക്ക് അനുവാദമില്ലാതെ പ്രവേശിക്കരുത് എന്ന നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇവരെ ഷീബയും ഭർത്താവിനെയും ഇഡി വിളിപ്പിച്ചതാണ്, നാട്ടിലേക്ക് വിളിപ്പിച്ചതാണ് എന്നും കൂടി മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. സ്പിയാർഡ്സ് ചെയർപേഴ്സണും അതുപോലെ തന്നെ NGO കോൺഫെഡറേഷൻ ബോർഡ് അംഗം കൂടിയാണ് ഈ ഷീബ എന്ന് പറയുന്നത്. ഈ അനന്തുകൃഷ്ണനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ്. സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെളിവുകൾ ലഭ്യമാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇവിടെ ഇഡി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പല ജില്ലകളുടെയും ചുമതല ഈ NGOയുടെ ചുമതല ഷീബയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇഡി ഈ ഷീബയുടെ വീട്ടിലെത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും ഈ രേഖകൾ ഉൾപ്പെടെ കണ്ടെത്തുക, സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് നിലവിൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. എപ്പോഴായിരിക്കും ചോദ്യം ചെയ്യൽ പൂർത്തിയാവുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയുകയാണ്. പാതിവില തട്ടിപ്പ് കേസിലാണ് സ്പിയാർഡ്സ് ചെയർപേഴ്സൺ ഷീബ സുരേഷിനെയും ഭർത്താവിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. വിദേശത്തായിരുന്നു. രണ്ടുപേരെയും വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യൽ. NGO കോൺഫെഡറേഷൻ ബോർഡ് അംഗം കൂടിയാണ് ഷീബ സുരേഷ്.